ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ബിയാഡോ ഒറിജിൻ എന്ന പെർഫ്യൂമാണ്. സോ കുറേ നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ ഒറിജിൻ എന്നുള്ളത്. സോ ഞാൻ ആക്ച്വലി ബിയാഡോയിൽ ഫസ്റ്റ് കണ്ടൊരു പ്രൊഡക്റ്റും ഈ ഒറിജിൻ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബിയാഡോ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റും ഇത് തന്നെയാണ്. ഇതും പിന്നെ ഡാർക്ക് സൈഡും, അത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് കണ്ട പെർഫ്യൂംസ്. സോ ഡാർക്ക് സൈഡ് ഞാൻ ആ ബ്ലൂ ഡിഷനൈലിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ പെർഫ്യൂം വാങ്ങിക്കാണ്ടായി. പക്ഷെ അത് ബ്ലൂ ഡിഷനൈലിന്റെ ഫ്രാഗ്രൻസ് ഒന്നുമല്ല. ഇത് ഇപ്പൊ റീസെന്റ് ഒരു ഫ്രീഡം സെയിൽ ഉണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാണ്. 300 റുപ്പീസ്, ജസ്റ്റ് 300 റുപ്പീസ്. ഞാൻ അന്ന് മുമ്പൊരിക്കൽ 217 219 ഒരു പെർഫ്യൂം വാങ്ങി അറിവ് പലരും വിശ്വസിച്ച് അത് ഇത്രയും കുറഞ്ഞ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ആക്ച്വലി അതിന് ശേഷം ആ ഒരു സെയിൽ വരുന്ന സമയത്താണ് അത് അത്രയും പ്രൈസ് കുറഞ്ഞു വരുന്നത്. സോ ഇത് ജസ്റ്റ് 300 റുപ്പീസിന് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടി. ആമസോണിൽ നിന്ന് ഞാനിത് 300 കണ്ട സമയത്ത് ഇത് 200 ചേഞ്ചിന് മിന്ത്രയിൽ എടുക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോഴേക്കും ഞാൻ ആമസോണിൽ ഈ സാധനം പേയ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടെന്ന് തോന്നി. അപ്പോൾ ഇത് ബിയാഡോ ഒറിജിൻ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. ഇത് 100 ml പെർഫ്യൂമാണ് കേട്ടോ, ഈ ചെറിയ പ്രൈസിന് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഉള്ള ഒരു പെർഫ്യൂമിനാണ് ഇത്രയും ചെറിയ പ്രൈസ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബോട്ടിൽ. സോ ഈ ബോട്ടിൽ കണ്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പെർഫ്യൂം ഡോൾച്ചെ ആൻഡ് ഗബ്ബാന ദ വൺ എന്നുള്ള പെർഫ്യൂമാണ്. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട്, അതിപ്പോൾ ഞാൻ കണ്ട ഒരു ഡിഫറൻസ് ഉള്ളൂ. സോ 1200 പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 300 ക്യാപ്പ്, ഒരു വുഡൻ ക്യാപ്പ് പോലെയാണ്. ആറ്റമൈസർ കിത്താലെ ചെരിഞ്ഞാൽ നിൽക്കണം കേട്ടോ. ശരിയാക്കി അത് ഇതിന് എന്തൊരു പ്രശ്നമുണ്ട്, ഞാനത് ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ആറ്റമൈസർ ഇങ്ങനെ എന്താ പറയുക, സ്പ്രേ വരുന്നത് നല്ലത് തന്നെയാണ്. സോ ഇതിൻ്റെ ജ്യൂസ് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു കോഫി കളർ പോലെയാണ് ഉള്ളത്. അപ്പം ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ആദ്യമേ ഞാൻ പറയാം, ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ഇത് ഇൻസ്പയർഡ് ആണ്, എക്കോ ഡി ജിയോ പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണത്. എന്നെഴുതി കംപ്ലീറ്റ് ആയിട്ട് ഒരു 100% അല്ലെങ്കിൽ ഒരു 90% എക്കോ ഡി ജിയോ സിമിലർ അല്ല, ഒരു 60+% ഒക്കെ നമുക്ക് സിമിലാരിറ്റി തോന്നുന്ന ഒരു ഫ്രാഗ്രൻസ്. ഒറ്റ വാക്കിൽ ഇതൊരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്കോ ഡി ജിയോന്റെ ഒക്കെ ഒരു നാച്ചുറൽ ഒരു പെർഫ്യൂം എന്ന് പറയാൻ പറ്റിയതാണ് ഈ ഒരു ഫ്രാഗ്രൻസ്. ഇനി ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, എക്കോട്ടിക് നോട്ട്സ് ഉണ്ട്. മിഡിൽ നോട്ട്സിൽ വരുമ്പോൾ കുറച്ചൊരു അരോമാറ്റിക് നോട്ട്സും പിന്നെ ഇത്തിരി ഒരു സ്പൈസി ഹിൻസ് ഒക്കെ വരുന്നുണ്ട്. ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഗ്രീൻ ടച്ചും പിന്നെ ഒരു എന്താ പറയുക, ഒരു സ്പൈസിനെസ് ഒന്നും കൂടി വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇതിൽ വരുന്നത്. ചെറിയ മസ്കിന്റെ ഫ്രാഗ്രൻസും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ നോട്ട്സ് ഉള്ളത്. ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിട്രസ് ഫ്രാഗ്രൻസും കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള അരോമാറ്റിക് നോട്ട്സും ഒരു മസ്കിന്റെ ടച്ച് എല്ലാം കൂടി ചേർന്നിട്ടുള്ള എവിടേക്കോ ഒരു സ്പൈസി ഹിൻസ് ഒക്കെ വരുന്ന ഒരു പെർഫ്യൂം. അതാണ് ഇത്. സാധാരണ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. സോ ഇനി ഇതിന്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ അതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒക്കേഷൻസ് പറയാം. ഇത് ആക്ച്വലി ഈ ഒരു നാച്ചുറൽ പെർഫ്യൂം നമ്മൾ ഓഫീസിലാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ബെഡ്റൂമിനുള്ളിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിന്റെ മുന്നേ ചില പെർഫ്യൂംസ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ കിടക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമായിട്ട് ഇതിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ടിപ്പിക്കൽ ഓഫീസ് പെർഫ്യൂമായിട്ടോ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ പെർഫോമൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു 300 റുപ്പീസിന് 100 ml അത്രയും പ്രൈസിന് നമുക്ക് ഇതിന്റെ ബോട്ടിലേ സോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഇത്രയും ജ്യൂസും കാര്യങ്ങളും സാധനം കയ്യിലെത്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ കുറ്റം പറയാൻ പറ്റൂല. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 10 to 15 മിനിറ്റ്സ് ആണ്. അതും നല്ലോണം അപ്ലൈ ചെയ്താൽ 10 മിനിറ്റ്സ് മുതൽ 15 മിനിറ്റ്സ് വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡ്രസ്സിലാണ് എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് വരെ കിട്ടും. നമ്മൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ആണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്കൊരു മാക്സിമം ഓഫ് 30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എനിക്ക് കിട്ടിയത്. അതായത് ഒരു 10 to 15 മിനിറ്റ്സ് പ്രൊജക്റ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് വരെ നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഞാൻ ചില പെർഫ്യൂംസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വീക്കർ പ്രൊജക്ഷനിൽ വന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഒന്ന് ബെഡ്റൂമിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡോർ അടിച്ചിട്ടാണല്ലോ പോവുക. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിന്റെ സ്മെല്ലുണ്ടോ നോക്കും. പിന്നെ അതേപോലെ ബാത്റൂമിനുള്ളിൽ ഞാൻ സ്പ്രേ അടിക്കാം.
വെറുതെ ബാത്റൂമിൽ ഇങ്ങനെ നമ്മുടെ ടൈൽസിനൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചു പോരും. അങ്ങനെയെങ്കിലും ഇതിന്റെ സ്മെല്ലുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് അവിടെ പിന്നെ എന്തായാലും കുറച്ച് നനഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ബാത്റൂമിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 2 or 3 hours കഴിഞ്ഞ് വന്നിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ സ്മെല്ലുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഇനി ഞാൻ ഉപയോഗിച്ച ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയില്ല, അതല്ല നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന്റെ പ്രശ്നമാണോ എന്ന് അറിയാം. ഇപ്പോൾ എന്തായാലും ഇവിടെ അത്രയും എക്സ്ട്രീം ചൂടൊന്നുമില്ലല്ലോ. സോ എന്തുകൊണ്ടോ ഇത് എനിക്ക് തീരെ പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ബിയാർഡോ ഒറിജിൻ എന്ന ഈ പെർഫ്യൂം ഇനീഷ്യലി ബിയാർഡോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് വേറൊരു ഫ്രാഗ്രൻസിലാണ് എന്നുള്ളത് പഴയ വീഡിയോസിൽ നിന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നീട് അവര് ഇതിന്റെ ഫ്രാഗ്രൻസ് തന്നെ മാറ്റിയിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ഒരേ പേരിൽ ഫ്രാഗ്രൻസ് അങ്ങനെ മാറ്റിയിട്ട് ഒരു സാധനം ഇറക്കുക എന്നുള്ളത് എത്തിക്കലി ശരിയല്ലാത്തൊരു സംഗതിയാണ്. സോ എന്തായാലും എനിക്കത് പേഴ്സണലി എനിക്കിതിന്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫ്രാഗ്രൻസിന്റെ ക്വാളിറ്റിയോ മറ്റുള്ള ലോഞ്ചിവിറ്റിയിലോ ഒരു കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ 300 rupeesന് ഇങ്ങനെ ഒരു സാധനം വെറുതെ നമുക്ക് കയ്യിൽ വെക്കാം, അങ്ങനെ ഒരു പർപ്പസിന് ഇത് വാങ്ങിച്ചോളൂ. അല്ല ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബാത്റൂമിലൊക്കെ എയർ ഫ്രഷ്നർ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഒരു എക്കോഡിജിയോന്റെ സ്മെല്ലുള്ള ഒരു സാധനം അങ്ങനെ നോക്കുന്നവർ വാങ്ങിച്ചോളൂ. അല്ലാതെ ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കോംപ്ലിമെന്റ് കിട്ടുന്നോ മറ്റുള്ളതോ 4 ആൾ നോക്കുന്നോ കരുതിയിട്ട് വാങ്ങിക്കുകയേ ചെയ്യരുത്. അതിനുള്ള ഒന്നും തന്നെ ഇതിലില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ യൂസ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. സോ അതൊക്കെയാണ് ബിയാർഡോ ഒറിജിൻ്റെ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.